അഖിൽ മാരാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബെസ്റ്റ്. ഇനി ഉള്ള ദിവസങ്ങൾ തൃക്കാക്കരയുടെ മണ്ണിലാണ് അഖിൽ മാരാരുടെ പോരാട്ടം. മണം പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ അമ്മട്ടി മോനെ. പണ്ട് ഞാൻ തമാശയ്ക്ക് പറയായിരുന്നു, നിങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടത് ബിഗ് ബോസിലാണ്. ഇതിപ്പോൾ നിങ്ങൾ വന്ന് സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളെ ലോക്സഭയിലോ നിയമസഭയിലോ ജയിപ്പിച്ചാണ് കാണാന്നൊക്കെ ഞാൻ ഇങ്ങനെ വരുന്ന എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞ് വരുമായിരുന്നു. ഇവർക്ക് വേണ്ടി എൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയല്ലേ പറ്റൂ. വിവരമുള്ളവനാ, നിർത്താനല്ലേ വല്ലപ്പോഴും ചായക്ക് പറയാനും അമ്മയ്ക്ക് പറയാനും ഒരാളായല്ലോ. ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പുതിയ പുളൊന്നുമില്ലേ? അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫിഗർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ തോന്നുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റി ഫിഗർ എന്ന് പറയുന്ന ഒരു ഫിഗറിനോട് എനിക്ക് താല്പര്യമില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. അഖിൽ മാരാർക്ക് ഒരു നിലപാടുണ്ടോ എന്നൊരു ചോദ്യം. ഇയാൾക്ക് വ്യക്തമായ സ്വന്തം അഭിപ്രായം ഉണ്ടാവുന്ന വിചാരിച്ചേ ഇല്ല, ചുമ്മാതെ. ഞാൻ ഒരാളെയും പറഞ്ഞു പറ്റിക്കത്തില്ല. അത് മാത്രമായിരിക്കും തൃക്കാക്കര ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. ശശിയെ എന്നാണ് പറയുന്നത്? ഇനി അങ്ങനെ ഞാൻ ഒരാളെ പറ്റിച്ചെന്ന് തോന്നിയാൽ ഞാനിനി ജയിച്ചൊരു MLA ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നാൽ പിടിച്ചു നിർത്തി ചോദിക്കും, ഒരടി അടിക്കുന്നെങ്കിൽ അടിച്ചോ. വിഡൽസിന്റെ ഉസ്താദാണ് തള്ളെന്ന് പറഞ്ഞ പെറ്റ തള്ള സഹിക്കില്ല.